എല്ലാവരും ഓണത്തിരക്കിലായിരിക്കുമല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഓണസദ്യയിലെ കുറുക്ക് കാളനും അവിയലിൻ്റെ റെസിപ്പിയാണ്. കാളന് വളരെ ടേസ്റ്റിയാകാൻ 1-2 ടിപ്സ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. വളരെ എളുപ്പത്തിലും ടേസ്റ്റോടുകൂടി എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ചേനയും നേന്ത്രക്കായയാണ് ഇവിടെ മുറിച്ച് വെച്ചില്ല. നേന്ത്രക്കായ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ മുറിച്ച് വെക്കണം. അത് പിന്നീട് കഴുകിയാണ് നമ്മൾ വേവിക്കാനെടുക്കുന്നത്. ഒരു മൺചട്ടിയിലേക്ക് ഞാൻ ചേന കഷ്ണങ്ങളും കായ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് മയത്തിൽ അരച്ചെടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണിത്. ഇപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്ന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. ഒരു പഴത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ കാലിന് ചെറിയൊരു മധുരം ഉണ്ടാവും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്രാവശ്യം ഓണത്തിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇത് മൂടി വെച്ച് ഒന്ന് തിളക്കുന്നവരെ വേവിക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് തിളച്ചിട്ടുണ്ട്, പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇതിന്. എന്നാൽ മാത്രമേ നമ്മളെ കുറുക്ക് കാണാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായി കുറുകി വരുന്നതാണ്. അതുകൊണ്ട് ഇതിലേക്ക് നമുക്കൊരു 1-1.5 കപ്പ് വെള്ളം വരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉലുവപ്പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ച പൊടി ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഉലുവപ്പൊടി നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈര് അല്ലെങ്കിൽ മോരാണ്. ഞാനിവിടെ മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പുളിയുള്ള മോരായതുകൊണ്ട് തന്നെ 1/2 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. തൈരാണെങ്കിലും ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ കടുക് താളിക്കാനായി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവ, 2 ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് നമുക്ക് വറുത്തിടാം. നെയ്യിൽ തന്നെ വറുത്തിടാൻ ശ്രമിക്കാം. അപ്പം നമ്മളുടെ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് നമ്മൾക്ക് അവിയലിൻ്റെ റെസിപ്പിയാണ്. അവിയൽ ഉണ്ടാക്കാനായി ഒരു ചേന, ഒരു കഷ്ണം വെള്ളരിക്ക, മുരിങ്ങാക്കോല്, പിന്നെ നരമ്പൻ, കായ, ക്യാരറ്റ്, പാവയ്ക്ക ഇത്രയും എടുത്തിട്ടുണ്ട്. ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറമ്പിലുള്ള വെജിറ്റബിൾസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അടിയിൽ നമ്മൾ വെള്ളരിക്ക ഇടാൻ ശ്രമിക്കണം എപ്പോഴും. അപ്പം നമ്മുടെ ഈ പച്ചക്കറികളൊന്നും അടിക്ക് പിടിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ വെള്ളരിക്ക അടിയിലിട്ട് ബാക്കിയെല്ലാം മേലെ ഇട്ടിട്ടുണ്ട്. പിന്നെ പാവയ്ക്ക ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ അവിയലിന്. പിന്നെ ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ഉണ്ടാക്കുന്ന അവിയലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില ആൾക്കാർ പച്ചമുളക് ഇതിൽ അരിഞ്ഞിടാറുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഇത് അരിഞ്ഞിടാറില്ല കേട്ടോ. അപ്പോൾ ഇതിൽ എല്ലാം തന്നെ നീളത്തിൽ മുറിച്ച് ഞാനിത് ഒരു പാത്രത്തിൽ വേവിക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങാക്കോല് ഏറ്റവും മേലെ ഇട്ട് കൊടുക്കാം. കായ കഷ്ണങ്ങൾ വേറെ തന്നെ മഞ്ഞളും വെള്ളത്തിൽ മുറിച്ചിട്ട് കഴുകിയെടുത്താണ്, അതിൻ്റെ കറ കളഞ്ഞിട്ട് എടുത്താണ്. അപ്പോൾ മേലെ മുരിങ്ങാക്കോല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇടയിൽ നമ്മൾ തുറന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അവിയലിന് അധികം വെള്ളം ചേർക്കാറില്ല ഞാൻ ഇവിടെ, അതുകൊണ്ട് 1/2 കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി മൂടി വെച്ച് നമ്മൾക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ അവിയൽ വേവിച്ചെടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വേവിക്കരുത്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി 1.5 കപ്പ് തേങ്ങ, 6 പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ജീരകം, ഒരു 4-5 വെളുത്തുള്ളി അല്ലി ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം അരയരുത് കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. അധികം വെന്ത് ഉടയരുത്, ഇതുപോലെ ആയാൽ മതി. ഇനി നമ്മൾക്ക് ഇതിലേക്ക്
നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അധികം അരയാതെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ തീരെ വെള്ളം ചേർക്കാതെയാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായും തന്നെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് സമയം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഈ തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം, അതുപോലെയാണ്. പിന്നെ ഞാനിതിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില സ്ഥലത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പച്ചക്കറി വേവിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതാ ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. 1 മിനിറ്റ് സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ തേങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് തൈരോ മോരോ ചേർത്ത് കൊടുക്കാം. ഞാൻ മോരാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കുന്നതാണെങ്കിലും ഒന്ന് വിസ്കോ സ്പൂണോ വെച്ച് നന്നായി ഉടച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അവസാനം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സദ്യയിൽ ഉണ്ടാക്കുന്ന അവിയലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അധികം വെള്ളമില്ലാതെയാണ് സദ്യ അവിയൽ ഉണ്ടാക്കാറ്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വെള്ളത്തോട് കൂടിയാണ് അവിയൽ ഉണ്ടാക്കാറ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് അവസാനമായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയാണ്. നമ്മൾ പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇനി മൂടി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ മൂടി വെക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.